പ്രിയപ്പെട്ടവരെ, SSLC ഇംഗ്ലീഷ് മീഡിയം വിദ്യാർത്ഥികളുടെ കെമിസ്ട്രി ചാപ്റ്ററിലെ സെക്കൻഡ് ചാപ്റ്ററായ ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ് എന്ന ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ട് ലെസണാണ് ഞാനിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി ആർക്കെങ്കിലും ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ മുമ്പത്തെ ചാപ്റ്ററിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ ലെസൺസുകളുടെ വീഡിയോസ് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഈ ലെസണിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. റൈറ്റ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബോയിൽസ് ലോനെ പറ്റിയും ചാൾസ് ലോനെ പറ്റിയും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ ഒരു ലോ ആണ് ഗ്യാസുമായിട്ട് സംബന്ധിച്ച് കിടക്കുന്നത്. ദാറ്റ് ഈസ് അവോഗാഡ്രോസ് ലോ ആണ്. ഈ ചാപ്റ്ററിൻ്റെ പേര് തന്നെ ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ് ആണ്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഈ അവോഗാഡ്രോസ് ലോയിൽ നിന്നാണ് നമ്മൾ മോൾ കൺസെപ്റ്റിൻ്റെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം അവോഗാഡ്രോസ് ലോ എന്താണെന്ന് പറയാം. ഞാനൊരു കാര്യം ചെയ്യാം, ഞങ്ങളോട് ചോദിക്കട്ടെ, 1 ലിറ്റർ വെളിച്ചെണ്ണ എടുക്കാം, 2 ലിറ്റർ വെളിച്ചെണ്ണ എടുക്കാം. 1 ലിറ്റർ വെളിച്ചെണ്ണയിൽ അടങ്ങിയിരിക്കുന്ന വെളിച്ചെണ്ണയുടെ എമൗണ്ടും 2 ലിറ്റർ വെളിച്ചെണ്ണയിലുള്ള എമൗണ്ടും സെയിം ആണോ ഡിഫറെൻ്റ് ആണോ? ഡിഫറെൻ്റ് അല്ലേ? 2 ലിറ്റർ വെളിച്ചെണ്ണയിലൂടെ കൂടുതൽ വെളിച്ചെണ്ണ ഉണ്ടാവുക. റൈറ്റ്, അതുപോലെ ഒരു കാര്യം ചെയ്യുന്നു, ഞാനൊരു പാത്രത്തിൻ്റെ അകത്ത് യു ടേക്ക് നൈട്രജൻ ഗ്യാസ് എടുക്കുക. യു ടേക്ക് നൈട്രജൻ ഗ്യാസ്. അതേപോലെ തന്നെ മറ്റൊരു പാത്രത്തിൻ്റെ അകത്ത് യു ടേക്ക് ഓക്സിജൻ ഗ്യാസ് എടുക്കുക. ഓക്സിജൻ ഗ്യാസ് എടുക്കുക. ആദ്യം ഞാൻ എടുത്തിരിക്കുന്നത് 5 ലിറ്റർ നൈട്രജൻ ഗ്യാസ് ആയിക്കോട്ടെ. അതേപോലെ തന്നെ ഇവിടെ 5 ലിറ്റർ ഓക്സിജൻ ഗ്യാസ് എടുത്തെന്ന് വിചാരിക്കുക. ഒരു കണ്ടീഷൻ ഉണ്ട് ഇവിടെ. ഈ എടുത്ത ഗ്യാസിൻ്റെയും ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റന്റ് ആയിരിക്കണം. ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റന്റ്, അതായത് ഇതിന്റെ ടെമ്പറേച്ചർ തന്നെയായിരിക്കണം ഇതിന്റെ ടെമ്പറേച്ചറും, ഇതിന്റെ പ്രഷർ തന്നെയായിരിക്കണം ഇതിന്റെ പ്രഷറും. അങ്ങനെ ഒരു കാര്യം ചെയ്യാം, ഈ 5 ലിറ്റർ N2 ഗ്യാസിലുള്ള N2 മോളിക്യൂൾസിനെ നമുക്ക് എണ്ണാൻ പറ്റുമെന്ന് വിചാരിക്കാം. നിങ്ങൾക്കറിയാം, നൈട്രജൻ ഗ്യാസിൻ്റെ അകത്ത് N2 ഇസ് എ മോളിക്യൂൾ തന്മാത്രയാണ്. അവിടെ ഒരുപാട് തന്മാത്രകൾ ഉണ്ടാവും. 5 ലിറ്റർ N2 ഗ്യാസിലുള്ള N2 മോളിക്യൂൾസിന്റെ എണ്ണം നമ്മളൊന്ന് നോക്കി. കണ്ടീഷൻ ഉണ്ട്, അതായത് ഇവിടുത്തെ ടെമ്പറേച്ചറും ഇവിടുത്തെ പ്രഷറും, രണ്ടിടത്തിലും ടെമ്പറേച്ചറും പ്രഷറും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഒരു കാര്യം ചെയ്തു, 5 ലിറ്റർ N2 ഗ്യാസിൽ അടങ്ങിയിരിക്കുന്ന മോളിക്യൂൾസിനെ എനിക്ക് എണ്ണാൻ പറ്റുന്ന വിചാരിക്കുക. 5 ലിറ്റർ, അതായത് വോളിയം ഓഫ് N2, 5 ലിറ്റർ N2 എടുത്തു. അവിടുത്തെ നമ്പർ ഓഫ് N2 മോളിക്യൂൾസ് എക്സ് കിട്ടും. എക്സ് ആണെന്ന് വിചാരിക്കുക. ഇനി ഒരു കാര്യം ചെയ്യുന്നു, ഇതിൽ നമുക്കൊരു 10 ലിറ്റർ N2 ആക്കണമെന്ന് വിചാരിക്കുക. അങ്ങനെയാകുമ്പോൾ ഞാൻ കുറച്ചും കൂടിയും N2 അതിലേക്ക് ചേർക്കണ്ടേ? ഞാൻ കുറച്ചും കൂടി N2 അതിലേക്ക് ചേർത്തു. അപ്പോൾ 10 ലിറ്റർ N2 ആക്കി മാറ്റി. കുറച്ചും കൂടിയും നൈട്രജൻ ഗ്യാസ് ഇവിടെ ചേർത്തൊക്കെ അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നൈട്രജൻ മോളിക്യൂൾസിന് എണ്ണം കൂടുതലോ, അതിൻ്റെ എണ്ണം 2x ആയിരിക്കും. റൈറ്റ്, ഇനി 15 ലിറ്റർ ആക്കാൻ വീണ്ടും ചേർക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടുത്തെ മോളിക്യൂളിൻ്റെ എണ്ണം കൂടും, അത് 3x ആയിരിക്കും. ഇനി പറഞ്ഞേക്കോളെ അടുത്തത്. ഇതേപോലെ O2 ഗ്യാസ് എടുക്കുക. O2 ഗ്യാസ് എടുക്കുക. കേൾക്കണേ നിങ്ങൾ, ആദ്യം നിങ്ങൾ 5 ലിറ്റർ O2 എടുത്തു. അവിടുത്തെ മോളിക്യൂൾസിൻ്റെ എണ്ണം എഗെയിൻ x തന്നെയാണ്. റൈറ്റ്, 10 ലിറ്റർ O2 എടുത്തു. അപ്പോൾ മോളിക്യൂളിൻ്റെ എണ്ണം നമ്മൾ നോക്കി എത്ര എണ്ണ? 2x തന്നെ. നിങ്ങൾ 15 ലിറ്റർ എടുത്തു. എത്രയാണ്? 3x ആണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇവിടുത്തെ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ട്. ഒന്നാമത്തെ ഇൻഫർമേഷൻ ഞാൻ പറയാം. 5 ലിറ്റർ N2 ആയപ്പോൾ എക്സ് മോളിക്യൂൾ അല്ലേ, അവിടുത്തെ വോളിയം 10 ലിറ്റർ ആക്കി, ഇരട്ടിക്കുമ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് 2x ആയില്ലടോ, നമ്പർ ഓഫ് മോളിക്യൂൾസും ഇരട്ടിച്ചു. ഇത് 15 ലിറ്റർ ആകുമ്പോൾ 3x ആയി, ഇത് 3 ഇരട്ടിയിലേക്ക് പോയി. അപ്പൊ ഇതും ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കട്ടോ, വോളിയവും നമ്പർ ഓഫ് മോളിക്യൂളും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. വോളിയവും നമ്പർ ഓഫ് മോളിക്യൂളും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. വോളിയം കൂടുന്നതനുസരിച്ചിട്ട് നമ്പർ ഓഫ് മോളിക്യൂൾസും കൂടുന്നുണ്ട്. കണ്ടീഷൻ ഇതാണ്, ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റന്റ് ആക്കി വെക്കണം. ഇതാണ് അവോഗാഡ്രോസ് ലോയുടെ ഒന്നാമത്തെ പോയിന്റ്. ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു അവോഗാഡ്രോസ് ലോ, അറ്റ് കോൺസ്റ്റന്റ് temperature and pressure, as the volume increases, number of molecules also increases.
അത് ഈ കേസിലും ശരി തന്നെയാ. 5 ലിറ്റർ ആകുമ്പോൾ എക്സ്, 10 ലിറ്റർ ആകുമ്പോൾ 2x, 15 ലിറ്റർ ആകുമ്പോൾ 3x. അങ്ങനെ ആകുമ്പോൾ വോളിയം കൂടുമ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് കൂടുന്നു ഈ കേസിലും. യു ഗെറ്റ് മൈ പോയിന്റ്? അതായത് എനിക്ക് ഇങ്ങനെ പറയാം, 5 ലിറ്റർ N2 ആണ് ഇത്, അവിടുത്തെ അപ്പൊ ഇവിടുത്തെ ഒക്കെ ടെമ്പറേച്ചറും പ്രഷറും മാറ്റാൻ പാടില്ലേ, കോൺസ്റ്റന്റ് ടെമ്പറേച്ചറും പ്രഷറും ആയിരിക്കണം കേട്ടോ. അപ്പൊ 5 ലിറ്റർ N2 കൊടുത്തു. അപ്പൊ ഇത്രയാണ് 5 ലിറ്റർ N2 ഇടാം. നിങ്ങൾക്കറിയാം ഒരു വാതകത്തിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിന്റെ വോളിയം. അപ്പൊ 5 ലിറ്റർ N2 മീൻസ് ഇത്രയാണ് എടുത്തിരിക്കുക. ഇത്ര എടുത്തു 5 ലിറ്റർ N2. അടുത്ത മോളിക്യൂൾസിന്റെ എണ്ണം എക്സ് ആണെങ്കിൽ 10 ലിറ്റർ ആകുമ്പോൾ ഇത്രയുണ്ട് കേട്ടോ. 10 ലിറ്റർ ഇത് അടച്ചു വെച്ചിരിക്കുക, കംപ്ലീറ്റ് ഇങ്ങനെ അടച്ചു വെച്ചിരിക്കുക. 10 ലിറ്റർ ആകുമ്പോൾ 2x ആണ്. ഇത് 15 ലിറ്റർ ആണ് കേട്ടോ. ഇത് 15 ലിറ്റർ. അങ്ങനെ ആകുമ്പോൾ എത്രയാണ്? 3x ആണ് അവിടുത്തെ മോളിക്യൂൾസിന്റെ എണ്ണം. അതാണ് അവഗാഡ്രോസ് ലോ പറയുന്നത്. വോളിയം കൂടുന്നതനുസരിച്ചിട്ട് നമ്പർ ഓഫ് മോളിക്യൂളും കൂടുന്നു. ദാറ്റ് ഈസ് V പ്രൊപ്പോർഷണൽ ടു N. N മീൻസ് നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഓർത്ത് നോക്കാം. അപ്പോൾ നമുക്ക് അവഗാഡ്രോസ് ലോ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ വോളിയം ഓഫ് എ ഗ്യാസ് ആൻഡ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അതായത് V പ്രൊപ്പോർഷണൽ ടു ക്യാപിറ്റൽ N. N മീൻസ് നമ്പർ ഓഫ് മോളിക്യൂൾസ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. നമ്മളിങ്ങനെ വരക്കുക, ടിയും പിയും ഇങ്ങനെ ബ്രാക്കറ്റ് കൊടുത്താൽ അതിന്റെ അർത്ഥം കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്നാ പറയാൻ പറ്റും. റൈറ്റ്? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ചോദ്യമാണ്. ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിലുള്ള ഒരു ടേബിൾ വന്നിട്ടുണ്ട്. ഫിൽ ദ ടേബിൾ ആൻഡ് വിച്ച് ലോ ഈസ് അപ്ലിക്കബിൾ ഹിയർ. ഇതാണ് ചോദ്യം. വെരി സിമ്പിൾ ആയിട്ടുള്ള ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ കേട്ടോ. നൈട്രജൻ ഗ്യാസ്, ഇവിടെ ഗ്യാസ്, ഇവിടെ വോളിയം, നമ്പർ ഓഫ് മോളിക്യൂൾസാ. ഇത് എത്രയാ? നൈട്രജൻ ഗ്യാസ്. രണ്ടിന്റെയും ടെമ്പറേച്ചറും പ്രഷറും എന്താണ്? എല്ലാത്തിന്റെയും കോൺസ്റ്റന്റ് ആണെന്ന് അവർ പറയുന്നുണ്ട്. നൈട്രജൻ ഗ്യാസ് വോളിയം ഇൻ ലിറ്റർ എത്ര ലിറ്ററാ? 10 ലിറ്ററാ. 10 ലിറ്ററിലുള്ള മോളിക്യൂൾസിന്റെ എണ്ണം എക്സ്. റൈറ്റ്? O2 ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റന്റ് ആണ്. ഇപ്പോൾ ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റന്റ് ആണെങ്കിൽ വോളിയം ഈക്വൽ വോളിയം ആണെങ്കിൽ അവിടുത്തെ നമ്പർ ഓഫ് മോളിക്യൂൾസും ഈക്വൽ ആയിരിക്കണം. എനിക്കറിയാം. അങ്ങനെയാകുമ്പോൾ ഇത് 5 ലിറ്റർ അല്ലേ? 10 ലിറ്ററിന് എക്സ് ആണ് ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ 5 ലിറ്റർ N2 ആണെങ്കിൽ ഹാഫ് എക്സ് അല്ലേ ഉണ്ടാവുക? അങ്ങനെയാകുമ്പോൾ 5 ലിറ്റർ O2 ഹാഫ് എക്സ് തന്നെ ആയിരിക്കൂലേ? ഡെഫിനറ്റ്ലി you will get half x ആണ്, അര എക്സ് ആണ്. എക്സ് മോളിക്യൂൾ ആയിരുന്നു നേരത്തെ പറഞ്ഞേ. പക്ഷെ ഇപ്പം ഫുൾ ഒരു എക്സ് ഉണ്ടാവില്ല, അര എക്സേ ഉണ്ടാവുള്ളൂ. മനസ്സിലായിട്ടുണ്ടാവും? ബുദ്ധിമുട്ടില്ല, വളരെ സിമ്പിളാ. 10 ലിറ്റർ അല്ലേ? 10 ലിറ്ററിന് എക്സ് അല്ലേ ഇവിടെ കിട്ടിയേ? അത് തന്നെയായിരിക്കും അമോണിയൊക്കെ ഉണ്ടാവുക. ഞാൻ രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞില്ലാണ്, ഈക്വൽ വോളിയം ഓഫ് 2 ഗ്യാസസ് അണ്ടർ സിമിലർ കണ്ടീഷൻ ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടെയ്ൻസ് ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. അപ്പോൾ 10 ലിറ്റർ N2ന് എക്സ് ആണെങ്കിൽ 10 ലിറ്ററിന് അമോണിയക്കും എക്സ് തന്നെയായിരിക്കും. ദാറ്റ് ഈസ് എക്സ് ആട്ടാ. ഓക്കെ, ഇനി നോക്കൂ, ഇവിടെ 2x അല്ല കിട്ടിയിരിക്കുന്നത്. എക്സ് ആണെങ്കിൽ 10 ലിറ്റർ ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ 2x നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടാണെങ്കിൽ 10 ലിറ്റർ മതിയാവോ? 20 ലിറ്റർ വേണ്ടേ? Therefore, here you will get 20 ലിറ്റർ ആയിരിക്കും. വെരി സിമ്പിളാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ ഉത്തരം പറഞ്ഞുതരും. റൈറ്റ്? ഇനി രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് അവഗാഡ്രോസ് എന്ന് മനസ്സിലാക്കുന്നതാണ്, അല്ലെങ്കിൽ ഈ ടേബിളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. ശ്രദ്ധിച്ചോളാം നിങ്ങൾ. 5 ലിറ്റർ N2 എടുത്ത് അല്ലേ? N2 എടുത്ത്, അതേപോലെ 5 ലിറ്റർ O2 എടുത്ത്. രണ്ട് ഗ്യാസിൻ്റെയും ടെമ്പറേച്ചറും പ്രഷറും സെയിം ആയിരിക്കണേ, എങ്കിൽ മാത്രമേ പറ്റുള്ളൂ. സെയിം ടെമ്പറേച്ചറിലും പ്രഷറിലും 5 ലിറ്റർ N2 എടുത്തു, 5 ലിറ്റർ O2 എടുത്തു. 5 ലിറ്റർ N2 മോളിക്യൂൾസിന്റെ എണ്ണം എക്സ് അല്ലേ? ഇവിടുത്തെ മോളിക്യൂൾസിന്റെ എണ്ണം എക്സ് തന്നെയല്ലോ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 5 ലിറ്റർ N2ലും 5 ലിറ്റർ O2ലും അടങ്ങിയിരിക്കുന്ന മോളിക്യൂൾസിന്റെ എണ്ണം സെയിം അല്ലേ? സിമിലർലി നിങ്ങൾ നോക്ക്, 15 ലിറ്റർ N2, 15 ലിറ്റർ O2, മോളിക്യൂളിന്റെ എണ്ണം 3x. അങ്ങനെ എനിക്ക് പറഞ്ഞുകൂടെ? ദാറ്റ് ഈസ് ഈക്വൽ വോളിയം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചോളെ. ഇത് വെച്ചാൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. ഈക്വൽ വോളിയം ഓഫ് 2 or more gases at constant temperature and pressure contain
ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആയിരിക്കും. ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആയിരിക്കും. 2 അല്ല 3 4 5 6 10 എത്രയായാലും കുഴപ്പമില്ല. കുറെ ഗ്യാസ് എടുക്കുക. എല്ലാത്തിൻ്റെ വോളിയം ഈക്വൽ ആയിരിക്കുക. എല്ലാത്തിൻ്റെയും ടെമ്പറേച്ചറും പ്രഷറും ഈക്വലും ആണെങ്കിൽ അവിടുത്തെ മോളിക്യൂൾസിൻ്റെ എണ്ണോ ഈക്വൽ ആയിരിക്കും. ഉദാഹരണം, നിങ്ങൾ 5 ലിറ്റർ ഓറ്റുവിന് പകരം ഒരു 5 ലിറ്റർ പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ആയിക്കോട്ടെ, ഇനി 5 ലിറ്റർ സൾഫർ ഡൈ ഓക്സൈഡ് ആയിക്കോട്ടെ, 5 ലിറ്റർ കാർബൺ മോണോക്സൈഡ് ആയിക്കോട്ടെ, എല്ലായിടെയുള്ള മോളിക്യൂൾസിൻ്റെ എണ്ണം എക്സ് തന്നെയായിരിക്കും. ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടാവുക. ഇതും അവഗാഡ്രോസിലൂടെ മറ്റൊരു കാര്യമാണ്. ഇത് പഠിച്ചാലാണ് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ ബുക്കിലുണ്ട്, ഞാനത് ചെയ്തു തരാം. റൈറ്റ്. ഇനി ഈ ടേബിളിൽ നിന്ന് അല്ലെങ്കിൽ അവഗാഡ്രോസിലൊന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു ടേമും കൂടി ഉണ്ട്. ദാറ്റ് ഇസ് വി കോൾഡ് ആസ് മോളാർ വോളിയം എന്നാ പറയാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ മോളാർ വോളിയം ലാസ്റ്റിലാണ് പറയുന്നത്. എന്നിരുന്നാലും ഇവിടെ നാം കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാം. അവഗാഡ്രോസ് ലോ എന്നാണ് മോളാർ വോളിയം ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു കാര്യം ചെയ്യാം, നിങ്ങളിവിടെ N2 ഗ്യാസ് എടുത്തിട്ട് O2 ഗ്യാസ് എടുത്തിട്ടുണ്ട്. 2 ഡിഫറെൻറ്റ് ഗ്യാസാണ്. അതിൻ്റെ ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റന്റ് ആക്കിക്കൊണ്ട് ഞങ്ങൾ പറഞ്ഞില്ലേ. അതിൻ്റെ ടെമ്പറേച്ചർ ഞാൻ 273 കെൽവിൻ ആയിക്കോട്ടെ. 273 കെൽവിൻ. അതിനെല്ലാടോ 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയാം, 0 ഡിഗ്രി സെൽഷ്യസ് എന്നും പറയാം കേട്ടോ. അതേപോലെ അതിൻ്റെ പ്രഷർ 1 ATM ആയിക്കോട്ടെ. ATM പ്രഷറിൻ്റെ യൂണിറ്റാണ് ATM. അന്തരീക്ഷ മർദ്ദമാണ് പ്രഷർ 1 ATM. അങ്ങനെയാണെങ്കിൽ ആ കണ്ടീഷന് പറഞ്ഞ പേരാണ് വി കോൾ ഇറ്റ് ആസ് STP കണ്ടീഷൻ എന്നാ പറയാം. എന്താ STPന്റെ ഫുൾ ഫോം എന്ന് അറിയോ നിങ്ങൾ? S മീൻസ് സ്റ്റാൻഡേർഡ്, T മീൻസ് ടെമ്പറേച്ചർ, P മീൻസ് പ്രഷർ. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അപ്പോൾ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ഈസ് 273 കെൽവിൻ, സ്റ്റാൻഡേർഡ് പ്രഷർ ഈസ് 1 ATM. അതായത് 2 ഗ്യാസ് എടുത്തു, N2 ഗ്യാസ് എടുത്തു, O2 ഗ്യാസ് എടുത്തു. 2 ഗ്യാസും STP കണ്ടീഷനിലാണ് ഉള്ളതെന്നും വിചാരിക്കുക. ഇനി ഒരു കാര്യം ചെയ്യാം, ഞാൻ ആദ്യം ഇവിടെ 22.414 ലിറ്റർ N2 കൊടുക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്പർ ഓഫ് മോളിക്യൂൾസ് അവിടെ ഉണ്ടാവില്ലേ, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതേപോലെ ഇതും 22.414 ലിറ്റർ എടുക്കുക. O2 കൊടുത്തു കേട്ടോ. അതിന് കറസ്പോണ്ടിങ് നമ്പർ ഓഫ് മോളിക്യൂൾസും അവിടെ ഉണ്ടാവും. ഞാനങ്ങ് പ്രഡിക്റ്റ് ചെയ്യാണ് അവിടുത്തെ നമ്പർ ഓഫ് മോളിക്യൂൾസിൻ്റെ എണ്ണമാണ്. ഞാൻ പണ്ട് പഠിച്ചതുകൊണ്ടാണ് ഞാനങ്ങ് പ്രഡിക്റ്റ് ചെയ്യാണ് അവിടുത്തെ മോളിക്യൂളിൻ്റെ എണ്ണം 6.022 into 10⁻23 N2 മോളിക്യൂൾ ഉണ്ടാവും. N2 മോളിക്യൂൾ ഉണ്ടാവും ഇവിടെ. ഇവിടെ എത്രയാണെന്നറിയോ? അത് തന്നെ 6.022 into 10⁻23 O2 മോളിക്യൂൾസും ഉണ്ടാവും. ഇത് വല്ലാത്തൊരു നമ്പറല്ലേ, 6.022 into 10⁻23. അത് ശരിക്കും ഇങ്ങനെ ഉണ്ടാവുക, 6 കഴിഞ്ഞിട്ട് 0 2 2 കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 19ഓളം 0 ഉണ്ടാവും കേട്ടോ. ഒരു വലിയ സംഖ്യ. അത്രയും സംഖ്യ മോളിക്യൂൾസ് ഉണ്ടാവും 22.414 ലിറ്റർ എന്തില് N2ലും. അത്ര തന്നെയാണ് 22.414 ലിറ്റർ O2ലും അത്ര തന്നെ ഉണ്ടാവും. കാരണം രണ്ടിൻ്റെയും വോളിയം സെയിം ആകുമ്പോൾ മോളിക്യൂളിൻ്റെ എണ്ണം സെയിം തന്നെ ഇരിക്കണ്ടേ, റൈറ്റ്? അപ്പൊ ഈ നമ്പർ നമ്മളൊരു പേര് പറയും കേട്ടോ. നമ്മൾ അവഗാഡ്രോസ് ലോയിലൂടെ പഠിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ അവഗാഡ്രോസ് ലോ കിട്ടുന്ന നമ്പറാണല്ലോ, ഇതിൻ്റെ പേരാണ് അവഗാഡ്രോ നമ്പർ എന്നാണ് പറയാം. അപ്പൊ എനിക്ക് പറയാം 22.414 ലിറ്റർ ഏത് ഗ്യാസ് എടുത്താലും എന്ത് കണ്ടീഷനായിരിക്കണം? STP കണ്ടീഷനിൽ 22.414 ലിറ്റർ ഏത് ഗ്യാസ് എടുത്താലും അവിടുത്തെ മോളിക്യൂളിൻ്റെ എണ്ണം അവഗാഡ്രോ നമ്പറിന് തുല്യമായിരിക്കും. മനസ്സിലാക്കണേ. ഇവിടെ 12 ചക്ക, 1 ഡസൻ ചക്ക എന്നല്ലേ പറയാ. 12 മാങ്ങ, 1 ഡസൻ മാങ്ങ എന്നല്ലേ പറയാ. അതുപോലെ 6.022 into 10⁻23 N2നെ അപ്പോൾ 12ന് പകരം ഇത് 12 ആയിക്കോട്ടെ, N2 ചക്ക ആയിക്കോട്ടെ. 1 ഡസൻ ചക്ക, 12 O2, അതായത് 12 മാങ്ങ, ഇത്രയും മാങ്ങ, 1 ഡസൻ മാങ്ങ. അതുപോലെ പറയും പോലെ ഇത്രയും നമ്പർ ഓഫ് മോളിക്യൂളിനെ നമ്മൾ പറഞ്ഞപ്പോഴാണ് 12ന് പറയാ ഡസൻ,
ഇതിനെ പറയാ ഡസൻ. അങ്ങനെയാണെങ്കിൽ ഇത്രയും നമ്പറിന് പറഞ്ഞ പേരാണ് ഒരു മോൾ എന്നാ പറയാ. വി കോൾ ഇറ്റ് ആസ് 1 മോൾ. മോളിനെ പറ്റി പിന്നീട് പറഞ്ഞു തരാം. ഇതിനൊരു 1 മോൾ എന്ന് തൽക്കാലം മനസ്സിലാക്കി വെക്കുക. ഇത് ഒരു മോളാ, ഇത് ഒരു മോളാ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഒരു മോൾ N2ന്റെ വ്യാപ്തം 22.414 ലിറ്റർ. ഒരു മോൾ O2ന്റെ വ്യാപ്തവും 24.414 ലിറ്റർ. അങ്ങനെയാണെങ്കിൽ ഒരു മോൾ ഏത് ഗ്യാസ് എടുത്താലും അറ്റ് STP കണ്ടീഷനിൽ 22.414 ലിറ്റർ ആയിരിക്കും. ആ പേര് പറ, ആ വോളിയത്തിന് പറഞ്ഞ പേരാണ് വി കോൾ ഇറ്റ് ആസ് എന്ത് വോളിയം എന്നാ പറയാ? മോളാർ വോളിയം എന്നാ പറയാ. മോളാർ വോളിയം ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ദി വോളിയം ഓഫ് 1 മോൾ ഓഫ് എ ഗ്യാസ്. ഗ്യാസിന് മാത്രമേ ഇത് പറ്റുള്ളൂ. നിങ്ങൾ പച്ചവെള്ളം എടുത്തു, ഒരു മോൾ വെള്ളം എടുത്തു, എന്നിട്ട് 22.4 ലിറ്റർ എന്ന് പറഞ്ഞാൽ തെറ്റാണേ, പറ്റൂലേ. കാരണം വെള്ളം ലിക്വിഡാണ്. ലിക്വിഡിന്റെ കേസ് പറ്റൂലേ, സോളിഡിന്റെ കേസിനും പറ്റൂലേ. ആരുടെ കേസിൽ മാത്രമേ പറ്റുള്ളൂ? ഗ്യാസിന്റെ കേസിൽ മാത്രമേ ഇത് ശരിയാവുള്ളൂ. അപ്പോൾ ഒരു മോൾ ഏത് വസ്തു നിങ്ങൾ എടുത്തുകയാണോ, ഏത് വസ്തുവല്ല, ഒരു മോൾ ഏത് ഗ്യാസ് എടുത്താലും എന്ത് കണ്ടീഷനിലിരിക്കണം? STP കണ്ടീഷനുമാണെങ്കിൽ അവിടുത്തെ അടുത്ത വോളിയം 22.414 ലിറ്റർ ആയിരിക്കും. ഒരു മോൾ എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഡസൻ പറയും പോലെ, അവഗാഡ്രോ നമ്പറിന് തുല്യമായ വസ്തുക്കളാണ് നമ്മൾ പറയുക ഒരു മോൾ. 12ന് ഒരു ഡസൻ എന്ന് പറയും. അതുപോലെ ഈ നമ്പറിന് തുല്യമായ വസ്തുവിനെ നമ്മൾ പറയുക ഒരു മോൾ എന്നാ പറയാം. അപ്പോൾ ഒരു മോൾ ഏത് വ്യാസം എടുത്താലും അവിടുത്തെ വോളിയം 22.414 ലിറ്റർ ആണ്. ആ വോളിയത്തിന് പറഞ്ഞ പേരാണ് മോളാർ വോളിയം. മോളാർ വോളിയം പേര് തന്നെ മനസ്സിലാവും. മോളാർ വോളിയം, വോളിയം ഓഫ് മോൾ, വോളിയം ഓഫ് 1 മോൾ. ദിസ് ഇസ് നോൺ ആസ് മോളാർ വോളിയം. കൂടുതൽ കാര്യങ്ങൾ ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഭാഗങ്ങൾ ഞാൻ ഡിസ്കസ് ചെയ്യും. റൈറ്റ്, ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാനുള്ള ഒരു പ്രോബ്ലം ആണ്. ദർ ആർ ഡിഫറെന്റ് ഗ്യാസസ് അറ്റ് സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഇവിടെ വോളിയം, number of molecules 1 liter O2 x molecule dash N2 മോളിക്യൂൾസിന്റെ എണ്ണം 2x മോളിക്യൂൾ ഓഫ് N2 ഉള്ളത്. അപ്പോൾ എത്ര വോളിയം ഉണ്ടാവും കണ്ടുപിടിക്കുക. 5 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡ് ഡാഷ് നമ്പർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾസ് നിങ്ങൾ ഫിൽ ചെയ്യുക. ഡാഷ് കാർബൺ ഡൈ ഓക്സൈഡ് 0.5x മോളിക്യൂൾ. 0.5 മീൻസ് അര x മോളിക്യൂൾ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. എത്ര വോളിയം ഉണ്ടാവും? 1/4 ലിറ്റർ SO2 ഐ മീൻസ് 1/4 ലിറ്റർ SO2 മോളിക്യൂൾസിൻ്റെ എണ്ണം നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ആൻസർ വേണമെങ്കിൽ യു ക്യാൻ സെൻഡ് മീ ത്രൂ ദിസ് നമ്പറിലേക്ക് അയച്ചാൽ ഞാൻ വെരിഫൈ ചെയ്ത് തരാം. 949592 and 387849592 അയച്ചാൽ ഞാൻ വെരിഫൈ ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. അടുത്തൊരു ചോദ്യം. ദർ ആർ ഡിഫറെൻറ്റ് ഗ്യാസസ് അറ്റ് STP കണ്ടീഷൻ. STPയിലാകുമ്പോൾ നമ്മളെ മോളാർ വോളിയം ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും അല്ലേ? ആണ്, അത് നമ്മൾ ചെയ്യണം. ഒന്നാമത്തത് 22.4 ലിറ്റർ N2. നമ്മൾ നേരത്തെ 22.414 അല്ലേ പറഞ്ഞേ? അപ്പോൾ നിങ്ങൾ തൽക്കാലത്തേക്ക് 22.4 പഠിച്ചാൽ മതി. ആ 14 അങ്ങ് വിട്ടേക്ക്. 22.4 ലിറ്റർ N2. അതിനല്ലേ നമ്മൾ ഒരു മോൾ നിന്ന് പഠിച്ചല്ലേ? ഒരു മോൾ N2 എന്നാ പറയാ. ഒരു മോൾ N2 മോളിക്യൂളിൻ്റെ എണ്ണം ഇതാട്ടാ 6.022 × 10⁻23 N2 മോളിക്യൂൾസാ. അവഗാഡ്രോ നമ്പർ ഓഫ് N2 മോളിക്യൂൾസാ. ഇനി ബാക്കി നിങ്ങൾ ആൻസർ ചെയ്യണം. ഒന്നാമത്തെ മാത്രം ഞാൻ ആൻസർ ചെയ്യും, ബാക്കി നിങ്ങൾ ചെയ്യാം. 11.22 ലിറ്റർ N2 ഡാഷ് N2 മോളിക്യൂൾ ഡാഷ് മോൾ. നിങ്ങൾക്കറിയാം 22.4 ഒരു മോള്. അങ്ങനെയാണെങ്കിൽ 11.2 എന്ന് പറഞ്ഞാൽ 22.4 നേരെ പകുതിയല്ലടോ. അപ്പോൾ ഒരു മോളായിരിക്കോ അരമോളായിരിക്കോ? അപ്പോൾ എനിക്ക് പറയാം ഇത് അരമോളാ. അപ്പം ഇവിടെ അരമോളാണ് വരിക. അരമോൾ N2 ആയിരിക്കും. മോളിക്യൂൾസിൻ്റെ എണ്ണം ഒരു മോളിൽ 6.022 × 10⁻23 മോളിക്യൂൾസ് ഉണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ അരമോളിൽ കിട്ടാനുള്ള വഴി ഇതിനെ അര കൊണ്ട് ഗുണിക്കുക. ഇതിനെ അര കൊണ്ട് ഗുണിക്കുമ്പോൾ 6.022 × 10⁻23 / 2 അല്ലേ? ഇവിടെ നോക്കി നോക്കാം, ഇത് വെട്ടിപ്പോവും. അപ്പോൾ അത്രയും 3 ആയി. 3.0 പോവില്ല. 2 1 ആൻസർ. ഇതൊന്നും ചെയ്യണ്ട, ഇതിനകത്ത് തന്നെ ഉണ്ടാവേ. You will get 3.011 × 10⁻23. അപ്പോൾ ഇവിടുത്തെ മോളിക്യൂൾസിൻ്റെ എണ്ണം 3.011 × 10⁻23 N2 മോളിക്യൂൾസ് ആയിരിക്കും. ബാക്കി നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം. ഡാഷ് ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡ് ഡാഷ് കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾസ്
2 മോൾ കാർബൺ ഡൈ ഓക്സൈഡ്. ഇത് മാത്രമേ നിങ്ങൾക്ക് അറിഞ്ഞുള്ളൂ. ഇത് രണ്ടും നിങ്ങൾ ഫില്ല് ചെയ്യണം. റൈറ്റ്. 5.6 ലിറ്റർ O2 ഇത് നിങ്ങൾ ഫില്ല് ചെയ്യണം. ഡാഷ് O2 മോളിക്കൂൾ ഡാഷ് O2 മോൾ. 89.6 ലിറ്റർ SO2 ഡാഷ് SO2 മോളിക്കൂൾ ഡാഷ് SO2 മോൾ. അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം. ഇനി അതിൻ്റെ ആൻസറും നിങ്ങൾ എനിക്ക് വാട്സപ്പ് ചെയ്യണമെങ്കിൽ ഞാനത് കറക്റ്റ് തരാം. റൈറ്റ്. മോളിനെ പറ്റിയിട്ടുള്ള പഠനം ഇവിടെ അവസാനിക്കുന്നില്ല. മോളെ നമുക്ക് വേറെ തരത്തിലും കൂടി ഡിഫൈൻ ചെയ്യാം. അതേപോലെ അവഗാഡ്രോ നമ്പർ വേറെ തരത്തിലും കൂടി നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഇപ്പം നമ്മൾ അവഗാഡ്രോ നമ്പർ പറഞ്ഞാൽ 22.4 ലിറ്റർ ഗ്യാസിലുള്ള മോളിക്യൂൾസിൻ്റെ എണ്ണമാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അത് മാത്രമല്ല ഇനിയും ഉണ്ട്. അപ്പം അത് പഠിക്കണമെങ്കിൽ യു ഷുഡ് നോ ദാറ്റ് ഇസ് അറ്റോമിക് മാസ് എന്ന് പറയുന്ന ഒരു ടേം പഠിക്കണം. അറ്റോമിക് മാസ് എന്ന് പറയുന്ന ഒരു ടേം പഠിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ കാര്യം മനസ്സിലാവുള്ളൂ. നമുക്ക് ഇനി അറ്റോമിക് മാസിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. റൈറ്റ്. എന്താണ് അറ്റോമിക് മാസ്? അപ്പം ഒരാറ്റത്തിൻ്റെ മാസാണ് ശരിക്കും അറ്റോമിക് മാസ്. അപ്പം നിങ്ങൾ സ്വാഭാവികമായിട്ട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, മാഷേ ആറ്റത്തിനെ കണ്ടുപിടിക്കാൻ പറ്റുമോ? അതൊക്കെ പണ്ട്. ഇപ്പം ആറ്റത്തിനെ കാണാനും പറ്റും. വേണമെങ്കിൽ ആറ്റത്തിൻ്റെ വെയിറ്റ് വരെ കണ്ടുപിടിക്കാനുള്ള വഴി ഇന്നുണ്ട്. എനിവേ ഓരോ ആറ്റങ്ങളുടെയും മാസ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് ഉണ്ട്. അപ്പോൾ ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസാണ് ഇത് കേട്ടോ. 1.67 × 10⁻⁻27 ഗ്രാമ. 1.67 × 10⁻⁻27. മൈ ഗോഡ്, അങ്ങനത്തെ ഒരു നമ്പറിനെ പറ്റി നിങ്ങൾ ഹൈഡ്രജനെ പറ്റി കേട്ടിട്ടില്ലല്ലോ അല്ലേ? ഹൈഡ്രജൻ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ അറ്റോമിക് മാസ് 1 കേട്ടത്. അതേപോലെ തന്നെ ഒരു ഓക്സിജന്റെ മാസ 26.72 × 10⁻⁻27 ഗ്രാമ. അങ്ങനത്തെ നമ്പർ നിങ്ങൾ കേട്ടിട്ടില്ല അല്ലേ? പക്ഷെ നിങ്ങൾ കേട്ടത് 16 ആകട്ടെ. അതേപോലെ നൈട്രജന്റെ മാസ് 23.38. അതും കേട്ടിട്ടില്ല. നിങ്ങൾ കേട്ടത് 14 കേട്ടിരിക്കുന്നത്. അപ്പൊ ഇതാണ് ശരിക്കും ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസ് കേട്ടോ. ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസ് ഇതാട്ടാ. കറക്റ്റ് ആയിട്ടുള്ള മാസ് ഇതാണ്. ഓക്സിജന്റെ ഇതാ, നൈട്രജന്റെ ഇതാണ്. ഓരോരോ ആറ്റങ്ങളുടെ മാസ്. അപ്പൊ ഇങ്ങനെ കിട്ടുന്ന ഈ മാസിനൊരു പേരുണ്ട്. ദാറ്റ് ഇസ് വി കോൾ ഇറ്റ് ആസ് ആബ്സല്യൂട്ട് അറ്റോമിക് മാസ് എന്നാ പറയാ. ആബ്സല്യൂട്ട് അറ്റോമിക് മാസ് എന്നാണ് പറയാ. അറ്റോമിക് മാസ്. പക്ഷേ ഈ വാല്യൂ ഒക്കെ വെച്ചിട്ട് കാൽക്കുലേഷൻ ഒക്കെ നടത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കെമിസ്ട്രിയിൽ ആബ്സല്യൂട്ട് അറ്റോമിക് മാസിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് റിലേറ്റീവ് അറ്റോമിക് മാസ്. റിലേറ്റീവ് അറ്റോമിക് മാസ് ആണ് നമ്മൾ കെമിസ്ട്രിയിൽ ഉപയോഗിക്കുന്ന അറ്റോമിക് മാസ്. അപ്പം എന്താണ് ഈ റിലേറ്റീവ്? റിലേറ്റീവ് മീൻസ് ആപേക്ഷികം. ആരോ ആയിട്ട് ആപേക്ഷികമായിട്ടാണ് നിങ്ങൾ അറ്റോമിക് മാസ് എക്സ്പ്രസ് ചെയ്യുന്നത്. എന്താണ് നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ റിലേറ്റീവ് അറ്റോമിക് മാസ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. റൈറ്റ്. അപ്പോൾ സ്വാഭാവികമായിട്ടും റിലേറ്റീവ് അറ്റോമിക് മാസ് കണ്ടുപിടിക്കണമെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് വേണ്ടേ? ഒരു സ്റ്റാൻഡേർഡുമായിട്ട് നമ്മൾ റിലേറ്റീവ് ചെയ്യണ്ടേ? നിങ്ങൾ എടുക്കുന്ന സ്റ്റാൻഡേർഡ് ആരാന്നറിയോ? C12. അതായത് ഒരു കാർബൺ ആറ്റം എടുക്കുക. കാർബൺ 12 എന്നാ പറയാ. കാർബണിന്റെ അറ്റോമിക് മാസ് 12. കാർബൺ അല്ലെങ്കിൽ ഒരു കാർബൺ ആറ്റം എടുത്തു. ആ കാർബൺ ആറ്റത്തിനെ നമ്മൾ 12 കഷ്ണാക്കുക. റെഡി? അതിലുള്ള ഒരു കഷ്ണം, ഇതല്ലേ ഒരു പീസ്, ഉദാഹരണം മനസ്സിലാക്കുക. ഒരു ബണ്ണ്. ആ ബണ്ണിനെ 12 കഷ്ണാക്കുക. റൈറ്റ്? അങ്ങനെയാണെങ്കിൽ ഈ കഷ്ണത്തിനെ എനിക്ക് പറഞ്ഞൂടെ 1/12 ഓഫ് ഒരു കാർബൺ ആറ്റമല്ലടോ. 12 കഷ്ണത്തിലുള്ള ഒരു കഷ്ണമാണ്. അതായത് ഒരു കാർബൺ ആറ്റത്തിന്റെ 12 കഷ്ണത്തിലുള്ള ഒരു കഷ്ണമാണിത്. റൈറ്റ്? ഇതിനെ നമുക്ക് പറയാം ഒരു യൂണിറ്റ് എന്നാ പറയാം. ഒരു യൂണിറ്റ് എന്നാ പറയാം. അല്ലെങ്കിൽ മറ്റൊരു പറയാ 1 AMU എന്നും പറയാറുണ്ട്. AMU മീൻസ് അറ്റോമിക് മാസ് യൂണിറ്റ് ആണേ. ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ്. റൈറ്റ്? ഇതുമായിട്ട് മറ്റുള്ള ആൾക്കാരുടെ വെയിറ്റ് നമ്മളൊന്ന് കമ്പയർ ചെയ്യുക. ഉദാഹരണം, ഓക്സിജന്റെ റിലേറ്റീവ് അറ്റോമിക് മാസ് 16 AMU അല്ലെങ്കിൽ പറയാം 16 യൂണിറ്റാ. അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയോ? നിങ്ങൾ ഒരു ഓക്സിജൻ ആറ്റം എടുക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ 16 കഷ്ണം, ഇവിടെ ഇങ്ങനത്തെ 16 കഷ്ണം എടുക്കുക. 16 കഷ്ണം ഒരു ത്രാസ് വെക്കുക. ഇങ്ങനത്തെ 16 കഷ്ണം വെക്കുക. ഇവിടെ ഒരു ഓക്സിജൻ ആറ്റം വെക്കുക. വെച്ചാൽ
ഇതിൻ്റെ ഭാരവും ഈക്വൽ ആയിരിക്കും. റൈറ്റ്. നൈട്രജന്റെ ആറ്റോമിക് മാസ് നിങ്ങൾ പഠിച്ച 14 പഠിച്ചില്ലേ? 14 പഠിച്ചു. 14 അതായത് 14 U ആണ് പഠിച്ചത്. 14 U ആ പഠിച്ചത്. റെഡി? അതിൻ്റെ അർത്ഥം ഈ ഒരു നൈട്രജൻ ആറ്റത്തിന്റെ വെയിറ്റ് ഇങ്ങനത്തെ 14 കഷ്ണത്തിന് ഈക്വൽ ആയിരിക്കും. റൈറ്റ്? അപ്പം ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെത് 1 U എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ നിങ്ങൾ? അത് ഇങ്ങനത്തെ ഒരു കഷ്ണത്തിന് ഈക്വൽ ആയിരിക്കും. അങ്ങനെയാകുമ്പോൾ ഈ വാല്യൂ നിങ്ങൾ നോക്കണേ. ഓക്സിജന്റെ 16, നൈട്രജന്റെ 14, ഹൈഡ്രജന്റെ 1. ഇതൊക്കെ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് എളുപ്പത്തിൽ ഓർമ്മിച്ച് വെക്കാൻ പറ്റുന്ന നമ്പേഴ്സ് അല്ലടോ. അതുകൊണ്ട് കെമിസ്ട്രിയിൽ നമ്മൾ എപ്പോഴും ഈ പറഞ്ഞ ദാറ്റ് ഈസ് റിലേറ്റീവ് അറ്റോമിക് മാസ് ആണ് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാറുള്ളൂ. ആബ്സല്യൂട്ട് വാല്യൂ ഉപയോഗിക്കാറില്ല. ഞാൻ ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. ആബ്സല്യൂട്ട് അറ്റോമിക് മാസ് വളരെ കോംപ്ലിക്കേറ്റഡ് വാല്യൂ. അതുകൊണ്ട് ആ വാല്യൂ വെച്ചിട്ട് കാൽക്കുലേഷൻ നടത്താനൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഒരാളെ സ്റ്റാൻഡേർഡ് ആക്കി വെച്ചിട്ട് അയാളുടെ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്തിട്ടുള്ള അറ്റോമിക് മാസാണ് നമ്മൾ ഉപയോഗിക്കാറ്. അതിൻ്റെ പേര് റിലേറ്റീവ് അറ്റോമിക് മാസ്. ഇനി ആരാണ് ആ കമ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനം ആരാ നോക്കുന്നു? ഒരു കാർബൺ ആറ്റം എടുത്തിട്ട് ആ കാർബൺ ആറ്റത്തിനെ 12 കഷ്ണാക്കി അതിലുള്ള ഒരു കഷ്ണം 1 യൂണിറ്റ് എന്ന് പറഞ്ഞു. 1/12 ഓഫ് കാർബൺ ആറ്റത്തിനെ 1 യൂണിറ്റ് എന്ന് പറഞ്ഞു. ആ യൂണിറ്റാണ് നമ്മളെ സ്റ്റാൻഡേർഡ്. ഇനി പറഞ്ഞു ഓക്സിജന്റെ 16 AMU അല്ലെ 16 ഓക്സിജൻ അറ്റോമിക് മാസ് എന്നതിന്റെ അർത്ഥം. ഇങ്ങനത്തെ 16 കഷ്ണത്തിന്റെ മാസിന് ഈക്വൽ ആയിരിക്കും ഒരു ഓക്സിജൻ ആറ്റത്തിന്റെ മാസ്. 14 ഇതിന്റെ അർത്ഥം. നൈട്രജന്റെ 14. ഇങ്ങനത്തെ 14 കഷ്ണത്തിന് ഈക്വൽ ആയിരിക്കും ഒരു നൈട്രജൻ ആറ്റത്തിന്റെ മാസ്. നിങ്ങൾക്ക് മനസ്സിലായിക്കോ? അപ്പൊ അതിന്റെ ഡെഫിനിഷൻ എങ്ങനെയാണ്? റിലേറ്റീവ് അറ്റോമിക് മാസിന്റെ ഇറ്റ് ഈസ് എ നമ്പർ. അതൊരു നമ്പറാ which expresses, അത് പറഞ്ഞു തരുന്നു, how many times, എത്ര ഇരട്ടി, that atom is, ആ ആറ്റം heavier than കൂടുതൽ ഭാരമുണ്ട് 1/12 ഓഫ് 1 കാർബൺ ആറ്റം. അതായത് ഒരു കാർബൺ ആറ്റത്തിന്റെ 1/12 എത്രമാത്രം ഹെവിയർ ആണ് ആ ആറ്റത്തിന്റെ ഭാരം എന്ന് പറഞ്ഞു തരുന്ന നമ്പറാണ് അറ്റോമിക് മാസ്, റിലേറ്റീവ് അറ്റോമിക് മാസ്. ഫോർ എക്സാമ്പിൾ ഓക്സിജന്റെ റിലേറ്റീവ് അറ്റോമിക് മാസ് 16 നിങ്ങൾക്കറിയാം. അങ്ങനെയാണ് ഇതിന്റെ അർത്ഥം ഈ ഓക്സിജൻ ആറ്റം, ഒരു ഓക്സിജൻ ആറ്റം 1/12 ഓഫ് ഒരു കാർബൺ ആറ്റത്തിന്റെ മാസിനേക്കാൾ, നേരത്തെ പറഞ്ഞ ബ്രെഡിന്റെ പീസിനേക്കാൾ 16 ഇരട്ടി ഭാരം കൂടുതലാണ് ഇതിന്റെ അർത്ഥം. റൈറ്റ്? നൈട്രജന്റെ മാസ് 14 അല്ലേ? അതിന്റെ അർത്ഥം ദാറ്റ് ഈസ് ഈ പറഞ്ഞിരിക്കുന്ന ഒരു നൈട്രജൻ ആറ്റം നേരത്തെ പറഞ്ഞ 14 ബ്രെഡ് പീസ് എടുത്താൽ കിട്ടുന്ന ഒരു മാസം ഉണ്ടാവില്ലേ? ബ്രെഡ് അല്ലേ, ആ കഷ്ണം ഉണ്ടല്ലോ, ആ കഷ്ണം ഉണ്ടാവില്ലേ? ആ കഷ്ണത്തിനേക്കാൾ 14 പീസ് എടുത്താൽ കിട്ടുന്ന ഭാരത്തിന് തുല്യമാണ് ഒരു നൈട്രജൻ ആറ്റത്തിന്റെ ഭാരം. നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാവുന്ന ഞാൻ വിചാരിക്കുന്നു. ഇറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി നമ്മൾ എന്താണ് റിലേറ്റീവ് മോളിക്കുലർ മാസ് മനസ്സിലാക്കുക. വെരി സിമ്പിളാണ് ആ കാര്യം. നിങ്ങൾക്കറിയാം കാർബൺ എന്ന് പറയുന്ന വസ്തു ഭൂമിയിലെ ആറ്റമായിട്ടിലൂടെ നിൽക്കുക. അപ്പോൾ അതിൻ്റെ അറ്റോമിക് മാസ് 12 അല്ലേ? റൈറ്റ്? അതേസമയം കാർബൺ ഡൈ ഓക്സൈഡ് അത് ആറ്റമാണോ മോളിക്കൂളാണോ? മോളിക്കൂളല്ലേ? അങ്ങനെയാകുമ്പോൾ മോളിക്കൂളിന്റെ മാസ് ആണെങ്കിൽ മോളിക്കുലർ മാസ്, ആറ്റമാണെങ്കിൽ അറ്റോമിക് മാസ്, മോളിക്കൂൾ ആണെങ്കിൽ മോളിക്കുലർ മാസ്. അപ്പം കാർബൺ ഡൈ ഓക്സൈഡിന്റെ മാസ് എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളിക്കുലർ മാസാ. അങ്ങനെയാകുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൽ കാർബൺ ആറ്റവും 2 ഓക്സിജൻ ആറ്റവും ഉണ്ട്. അപ്പോൾ അതിന്റെ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ കാർബൺ ആറ്റത്തിന്റെയും ഓക്സിജൻ ആറ്റത്തിന്റെയും മാസ് അങ്ങ് കൂട്ടിയാൽ പോരെ? നിങ്ങൾക്കറിയാം കാർബണിന്റെ അറ്റോമിക് മാസ് 12 പ്ലസ് ഓക്സിജൻ എത്രയാ? 16. അങ്ങനത്തെ 2 ഓക്സിജൻ ഉണ്ട്, 16 × 2. സോ വിൽ ഗെറ്റ് 12 + 32 ഈസ് ഈക്വൽ ടു 44 ആയിരിക്കും കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളിക്കുലർ മാസ്. 44 യൂണിറ്റ് ട്ടാ, 44 യൂണിറ്റ്. ഇനി അടുത്ത് ചോദിക്കട്ടെ, ദാറ്റ് ഇസ് O2 ആണെങ്കിൽ അപ്പോൾ O2യുടെ മാസ് ചോദിച്ചാൽ അറ്റോമിക് മാസ് ആണോ മോളിക്കുലർ മാസ് ആണോ? O2 മോളിക്കൂൾ അല്ലടോ. നിങ്ങൾക്കറിയാം. അങ്ങനെയാകുമ്പോൾ ദാറ്റ് ഈസ് 2 × 16 ഈസ് ഈക്വൽ ടു 32 ആയിരിക്കും. റൈറ്റ്? സൾഫർ ഡൈ ഓക്സൈഡിന്റെ
അത് സൾഫർ ഡൈ ഓക്സൈഡ് ആറ്റമാണോ മോളിക്കൂളാണോ? മോളിക്കൂളല്ലേ. അങ്ങനെയാകുമ്പോൾ സൾഫറിൻ്റെ ആറ്റോമിക് മാസ് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ അല്ലേ? ഞാൻ പറഞ്ഞുതരാം. എത്രയാണെന്നറിയാം? 32. അങ്ങനെയാകുമ്പോൾ ഇത് ചെയ്യുമ്പോൾ 32 + 2 × 16 you will get 32 + 32 = 64 ആണ് സൾഫർ ഡൈ ഓക്സൈഡ്. ഇനി ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ കണ്ടുപിടിച്ച് നോക്കുക N2യുടെ മോളിക്കുലർ മാസ്. അതേപോലെ തന്നെ കാർബൺ മോണോക്സൈഡിൻ്റെ കണ്ടുപിടിക്കുക, H2SO4ൻ്റെ കണ്ടുപിടിക്കുക, സൾഫ്യൂരിക് ആസിഡ്. നൗ NaOHൻ്റെ കണ്ടുപിടിക്കുക. അപ്പോൾ Na അറിഞ്ഞൂടാ അല്ലേ? Naയുടെ അറ്റോമിക് മാസ് എത്രയാണെന്ന് അറിയാം? 23 ആട്ടാ. ഇത് കൂട്ടിയാൽ വിൽ ഗെറ്റ് NaOHൻ്റെ. ഇനി നെക്സ്റ്റ് ദാറ്റ് ഈസ് NO2യുടെ കണ്ടുപിടിക്കുക, പിന്നെ SO3ൻ്റെ കണ്ടുപിടിക്കുക. അപ്പോൾ ഇതിൻ്റെ ഒക്കെ നമുക്ക് മോളിക്കുലർ മാസ് എളുപ്പം കണ്ടുപിടിക്കാം അറ്റോമിക് മാസ് അറിയാമെങ്കിൽ, റൈറ്റ്? ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഗ്രാം അറ്റോമിക് മാസ് ആണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഗ്രാം അറ്റോമിക് മാസ്, അതേപോലെ തന്നെ ഗ്രാം മോളിക്കുലർ മാസ് വളരെ ഇമ്പോർട്ടൻ്റാണ്. യുനോ കാർബണിൻ്റെ അറ്റോമിക് മാസ് 12 എന്നല്ലേ പറഞ്ഞേ? ഓക്സിജൻ്റെ അറ്റോമിക് മാസ് 16 എന്നല്ലേ പറഞ്ഞേ? അതൊക്കെ ഞാൻ പറഞ്ഞ 12U 16U. യു മീൻസ് യൂണിറ്റ്. 12 യൂണിറ്റ് 16 യൂണിറ്റ്. ഒരാളൊരു കാര്യം ചെയ്യാം, കാർബണിൻ്റെ അറ്റോമിക് മാസ് 12 ഗ്രാം എന്ന് പറയാം, ഓക്സിജൻ്റെതും 16 ഗ്രാം എന്ന് പറയാം. അപ്പൊ നിങ്ങൾ നോക്ക്, ഇപ്പൊ അറ്റോമിക് മാസ് ഗ്രാമിലല്ലോ പറഞ്ഞിരിക്കുന്നത്. ദി അറ്റോമിക് മാസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാം ഈസ് നോൺ ആസ് ഗ്രാം അറ്റോമിക് മാസ്. അറ്റോമിക് മാസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാം ഈസ് നോൺ ആസ് ഗ്രാം അറ്റോമിക് മാസ്. അങ്ങനെയാണെങ്കിൽ നൈട്രജന്റെ ഗ്രാം അറ്റോമിക് മാസ് 14 ഗ്രാം. നേരത്തെ പറഞ്ഞ 14 തന്നെ, യുക്ക് പകരം ഗ്രാം ഫിറ്റ് ചെയ്യുക, വേറെ പരിപാടിയൊന്നുമില്ല. സൾഫറിൻ്റെത് 32 ഗ്രാം, സോഡിയത്തിൻ്റെത് 23 ഗ്രാം. ഒന്നുമില്ല, അറ്റോമിക് മാസിനെ നേരത്തെ പറഞ്ഞ യുവിനെ മാറ്റി ഗ്രാം ഫിറ്റ് ചെയ്യുക. ദാറ്റ് ഇസ് ഈക്വൽ ആസ് ഗ്രാം അറ്റോമിക് മാസ്. അറ്റോമിക് മാസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാം ഈസ് നോൺ ആസ് ഗ്രാം അറ്റോമിക് മാസ്. ഇനി ഒരു കാര്യം മനസ്സിലാക്കണേ, ഗ്രാം അറ്റോമിക് മാസിന് തുല്യമായ പദാർത്ഥത്തിനെ 1 GAM എന്നാ പറയാ, അല്ലെ 1 ഗ്രാം അറ്റോമിക് മാസ് എന്നാ പറയാ. മനസ്സിലായിട്ടുണ്ടാവില്ല. അതായത് ഒരാള് ഒരു ത്രാസിൽ 12 ഗ്രാം കാർബണിനെ തൂക്കിയെടുക്കുക. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു പാത്രത്തിലാണ് വെക്കുക. 12 ഗ്രാം വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ചൂണ്ടിപ്പറയാം, അതിനെ ചൂണ്ടിപ്പറയാം, ഇതൊരു 1 GAM കാർബൺ ആണ് ഇത്. 12 ഗ്രാം കാർബൺ. വേറൊരാള് ഒരു ത്രാസില് 32 ഗ്രാം സൾഫർ തൂക്കി വെക്കുക. സൾഫറിന്റെ ഗ്രാം അറ്റോമിക് മാസ് 32 അല്ലടോ. നിങ്ങൾക്ക് ചൂണ്ടിപ്പറയാം, അത് 1 GAM സൾഫറാണ്. റൈറ്റ്? അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ വേറൊരാളൊരു പാത്രത്തിലെ 64 ഗ്രാം സൾഫർ തൂക്കി വെക്കുക. ഇവിടെ 32 ഗ്രാം അല്ലടോ 1 GAM. അങ്ങനെയാകുമ്പോൾ 64 ഗ്രാം 1 GAM ആണോ 2 GAM ആണോ? എനിക്ക് പറയാം, ഇത് 2 GAM സൾഫറാണ്. യു ഗെറ്റ് മൈ കൺസെപ്റ്റ് ഓഫ് GAM. അതായത് ഗ്രാം അറ്റോമിക് മാസിന് തുല്യമായ പദാർത്ഥത്തിനെ നമ്മൾ പറയാം 1 GAM എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഒരു 48 ഗ്രാം പിന്നെ കാർബൺ ഒരാൾ തൂക്കിയിട്ട് പാത്രത്തിൽ വെക്കുകയാണെങ്കിൽ എത്ര GAM? 4 GAM. എന്താണെന്നറിയോ? ഇറ്റ് ഈസ് ബിക്കോസ് 12 ഗ്രാം 1 GAM, 24 ഗ്രാം 2 GAM, 36 ഗ്രാം 3 GAM, 48 ഗ്രാം 4 GAM. ഗെറ്റ് മൈ പോയിന്റ്? 12 ഗ്രാം കാർബൺ 1 GAM കാർബൺ എന്ന് പറഞ്ഞേക്കല്ലേ. 14 ഗ്രാം നൈട്രജൻ 1 GAM നൈട്രജനാ. 16 ഗ്രാം O 1 GAM ഓയാ. 24 ഗ്രാം കാർബൺ 1 GAM ആണോ? 2 GAM അല്ലേ? ബിക്കോസ് 1 GAM മീൻസ് 12. അപ്പൊ 24 ഗ്രാം 2 GAM. റെഡി? 7 ഗ്രാം നൈട്രജൻ, 14 ഗ്രാം നൈട്രജൻ 1 GAM. അപ്പൊ 7 നേരെ പകുതിയിലൂടെ ഉള്ളൂ. അപ്പൊ ഹാഫ് GAM ഉണ്ടാവുള്ളൂ. 48 ഗ്രാം ഓക്സിജൻ,
16 ഒരു ജി എം. അപ്പം 48 മീൻസ് 3 ഇരട്ടിയല്ലേ, 3 ജി എം. അപ്പം നമുക്കൊരു ഇക്വേഷൻ ഉണ്ടായിക്കൂടെ? ദാറ്റ് ഈസ് നമ്പർ ഓഫ് ജി എം ഈസ് ഈക്വൽ ടു, റൈറ്റ്, given weight divided by, തന്നിരിക്കുന്ന weight divided by GAM of that atom ആയിരിക്കും. മനസ്സിലായിട്ടുണ്ടാവില്ല. ഉദാഹരണം, 24 ഗ്രാം കാർബൺ എത്ര ജി എം എന്ന് ചോദിച്ചാൽ ഗിവൺ വെയിറ്റ് എത്രയാ? 24 ബൈ എത്രയായിരുന്നടോ അതിന്റെ ജി എം? കാർബണിന്റെ ജി എം 12 അല്ലടോ, ഒരു അല്ലേ ജി എം 12. 24 ബൈ 12 ഈസ് ഈക്വൽ ടു 2 കിട്ടിയിരിക്കണം, റൈറ്റ്. 7 ഗ്രാം നൈട്രജൻ എത്ര ജി എം ആണ് ചോദിക്കുന്നത്. അപ്പൊ എനിക്ക് കിട്ടി ദാറ്റ് ഈസ് 7 തന്ന വെയിറ്റ് ഡിവൈഡഡ് ബൈ നൈട്രജന്റെ ജി എം ഗ്രാം അറ്റോമിക് മാസ് നിങ്ങൾക്കറിയാം 14. 7 ബൈ 14 ഈസ് ഈക്വൽ ടു ഹാഫ്. നോക്കടാ, ഹാഫ്. ഇടാ ദാറ്റ് ഈസ് തന്ന വെയിറ്റ് 48 ഡിവൈഡഡ് ബൈ ഓക്സിജന്റെ ജി എം 16 അല്ലേ, 48 ബൈ 16 ഈസ് ഈക്വൽ ടു 3 ആയിരിക്കും. അതാണ് ഈ കിട്ടിയിരുന്ന 3. റെഡി? ഇനി ഞാനൊരു കാര്യം ചെയ്യാം. 12 ഗ്രാം കാർബൺ ഒരു പാത്രത്തിൽ തൂക്കിയെടുത്തിട്ടുണ്ടല്ലേ, ഈ പാത്രത്തിലുണ്ടേ. 14 ഗ്രാം നൈട്രജൻ ഇവിടെ തൂക്കിയെടുത്തിട്ടുണ്ട്. 16 ഗ്രാം ഓക്സിജൻ ഇവിടെ തൂക്കിയെടുത്തിട്ടുണ്ട്. അങ്ങനെ എനിക്ക് പറയാം ഇത് ഒരു ജി എം അല്ലടോ, കാരണം ഗ്രാം അറ്റോമിക് മാസ് 12. ഗ്രാം അറ്റോമിക് മാസ് തുല്യമായ പദാർത്ഥത്തിനെ നമ്മൾ പറയാം ഒരു ജി എം എന്ന് പറയാം. ഒരു ജി എം ഗുഡ്. ഇതെത്ര ജി എം? ഒരു ജി എം അല്ലേ. ഇതെത്ര തന്നെയാ? ഒരു ജി എം ആണ്. ഇനി ഞാനൊരു കാര്യം ചെയ്യാൻ പോവാ. ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് ആണേ. ഈയിടെയുള്ള കാർബൺ ആറ്റം, കുറേ കാർബൺ ആറ്റങ്ങൾ ഉണ്ടാവും അല്ലേ. ഈ കാർബൺ പൊടിൻ്റെ അകത്ത് ഇഷ്ടം പോലെ കാർബൺ ആറ്റംസ് ഉണ്ടാവും. ഞാനൊന്ന് എണ്ണി നോക്കുക ഒന്നും പറ്റൂലേ. ഞാനങ്ങ് പണ്ട് പഠിച്ചതുകൊണ്ട് ഞാൻ പറയാണ്. ഇവിടെ നിങ്ങൾ ആറ്റങ്ങളുടെ എണ്ണം 6.022 ഇൻറ്റു 10⁻23 കാർബൺ ആറ്റം ഉണ്ടാവും ഇവിടെ. മനസ്സിലായ? ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. നിങ്ങൾ എണ്ണാമെങ്കിൽ എണ്ണിക്കോ, എണ്ണാനൊന്നും പറ്റൂല കേട്ടാ. ഇത്രയായിരിക്കും ഇവിടെ ഉണ്ടാവുക. 6.022 ഇൻറ്റു 10⁻23 എന്താറ്റാണ് ഉണ്ടാവുക? നൈട്രജൻ ആറ്റം ഉണ്ടാവണം, റൈറ്റ്. ഇവിടെ ഉണ്ടാവുക 6.022 ഇൻറ്റു 10⁻23 എന്താറ്റാ? ഓക്സിജൻ ആറ്റം ഉണ്ടാവും. അപ്പം നിങ്ങൾ നോക്ക്, നേരത്തെ നമ്മൾ ഒരു അവഗാഡ്രോസിലോ പറയുമ്പോൾ ഒരു കാര്യം പറഞ്ഞേക്കാനും 22.414 ലിറ്റർ ഏത് ഗ്യാസ് എടുത്താലും അവിടുത്തെ മോളിക്യൂളിൻ്റെ എണ്ണം ഈ നമ്പറിലാണോ പറഞ്ഞേ? അവഗാഡ്രോ നമ്പറല്ലേ പറഞ്ഞേ? അതുപോലെ ഒരു ജി എം ഏത് വസ്തു എടുത്ത് നോക്കിയാലും അതിലുള്ള ആറ്റങ്ങളുടെ എണ്ണം സെയിം ആയിരിക്കും. ഇപ്പൊ കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഡസൻ ചക്ക എടുക്കുക, 12 ചക്ക. ഒരു ഡസൻ മാങ്ങ എടുക്കുക, 12 മാങ്ങ. പക്ഷേ ഒരു ഡസൻ ചക്കയുടെ മൊത്തം ഭാരവും ഒരു ഡസൻ മാങ്ങയുടെ മൊത്തം ഭാരവും ഈക്വൽ ആണോ? അല്ല. അതുപോലെ കുട്ടികളെ, ഇത്രയും കാർബൺ ആറ്റങ്ങളുടെ ഭാരം 12 ഗ്രാം. റെഡി? ഇത്രയും നൈട്രജൻ ആറ്റങ്ങളുടെ ഭാരം 14 ഗ്രാം. ഇവന്മാരുടെ ഭാരം 16 ഗ്രാം. റെഡി? അപ്പൊ ഭാരം ഈക്വൽ ആണെന്ന് നിർബന്ധമില്ല. റെഡി? അങ്ങനെയാകുമ്പോ ഞാൻ ചോദിക്കട്ടെ, ഈനൊരു പേരില്ലേനോ? ഈ ഒരു പേരിനല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞ മോൾ എന്ന് പറഞ്ഞേ? അങ്ങനെയാകുമ്പോ ഇതിന്റെ പേര് ഒരു മോൾ സി ആറ്റാടോ ഇത്. അപ്പം ഇതെത്ര തന്നെയാ? ഒരു മോൾ നൈട്രജൻ ആറ്റ. ഇത് ഒരു മോൾ എന്താറ്റ? ഓ ആറ്റമാണെന്ന് പറയാൻ പറ്റും. ഇതാണ് GAM-ഉം. റെഡി? അറ്റോമിക് മാസും റിലേറ്റീവ് അറ്റോമിക് മാസും നമ്പർ ഓഫ് ആറ്റവും അതേപോലെ തന്നെ മോളും തമ്മിൽ കണക്ട് ചെയ്യുന്ന കൺസെപ്റ്റ് ഇതാണ്. ഞാനൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചും കൂടി കൂടുതലായിട്ട് എളുപ്പത്തിൽ മനസ്സിലായിക്കോളും. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്
GMM ഉണ്ട്, ദാറ്റ് ഈസ് GMM. GMM എന്ന് വെച്ചാൽ ഗ്രാം മോളിക്കുലാർ മാസ് എന്നാ പറയാ. നമ്മൾ ആറ്റം മാസല്ലേ ആറ്റത്തിനെ പറ്റിയല്ലേ പഠിച്ചിരിക്കുന്നു. അപ്പൊ മോളിക്യൂളിന്റെ കേസ് ആണെങ്കിൽ മോളിക്കുലർ മാസ്. അത് ഞാൻ മിക്കവാറും അടുത്ത ക്ലാസ്സിൽ മാത്രമേ അടുത്ത ലെസണിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അവിടെ നമുക്ക് മോളിനെ പറ്റി ഇനിയും കുറച്ചും കൂടി പഠിക്കാനുണ്ട്, കുറേ പ്രോബ്ലം ചെയ്യാനുണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പം ഞാൻ തൽക്കാലത്തേക്ക് GAM ആയിട്ട് കണക്ട് ചെയ്യുന്ന നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം, കുറച്ച് പ്രോബ്ലം ചെയ്യാം. റൈറ്റ്, ഇനി നോക്കാം. ഈ ചാർട്ട് എന്ന കാര്യങ്ങൾ മനസ്സിലാക്കണേ. എലമെന്റ്, അറ്റോമിക് മാസ്, ഗിവൺ വെയിറ്റ്, നമ്പർ ഓഫ് GAM, നമ്പർ ഓഫ് മോൾസ്, നമ്പർ ഓഫ് ആറ്റംസ്. ഇതാണ് ചോദ്യം. ഒന്നാമത്തത് കാർബൺ. എലമെന്റ് കാർബണാ. അറ്റോമിക് മാസ് 12, തന്ന വെയിറ്റ് 12 ഗ്രാം. അതിന് അറ്റോമിക് മാസ് 12. നിങ്ങൾക്ക് 12 ഗ്രാം തന്നിട്ടുണ്ടെങ്കിൽ അതിനല്ലടോ ഒരു GAM എന്ന് പറയാ. അപ്പോൾ ഇറ്റ് ഈസ് ഒരു GAM. GAM തുല്യം ഒരു GAM പറഞ്ഞ പേരുള്ളടോ ഒരു മോൾ എന്ന് പറയാം. അപ്പോൾ ഇത് ഒരു മോളാ, ഒരു മോളാണ്. ഒരു മോൾ ആരാണ്? കാർബൺ ആണ്. റൈറ്റ്, ഇനി നോക്കട്ടെ. അവിടുത്തെ എണ്ണം 6.02 × 10⁻23 കാർബൺ ആറ്റംസ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ്. അങ്ങനെയാണെങ്കിൽ എഗെയിൻ കാർബൺ തന്നെ കേട്ടാ. അറ്റോമിക് മാസ് 12 എനിക്കറിയാം. 24 ഗ്രാം തന്നിരിക്കുന്നത്. കുഴപ്പമില്ലല്ലോ. എത്ര GAM ആയിക്കോടോ അത്? ഒരു GAM, 2 GAM? 2 GAM. 2 GAM എത്ര മോളാ? 2 മോള്. റൈറ്റ്, 2 മോള്. കാരണം ഒരു മോളിനെ പറയാ ഒരു GAM, സോറി ഒരു GAMനെ ഒരു മോൾ എന്ന് പറയാം. അപ്പോൾ 2 മോൾ കാർബണ. അങ്ങനെയാകുമ്പോൾ അവിടുത്തെ ആറ്റങ്ങളുടെ എണ്ണം കാണാൻ 2 ഗുണിക്കണം 6.02 × 10⁻23 കൊടുത്താൽ മതി. ഒരു മോളിൽ ഇത്തിരി അങ്ങനെ 2 മോളിൽ ഇത്ര എല്ലാം ഉണ്ടാവുക. 2 ഗുണിക്കണം 6 12 പോയിന്റ് സംതിങ് കിട്ടും. യു ഡു ഇറ്റ് സംതിങ്, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാം. ഇനി അടുത്താണേ സോഡിയമാണ് കേട്ടോ വന്നിരിക്കുന്നത്. അറ്റോമിക് മാസ് 23. 23 അതിൻ്റെ അറ്റോമിക് മാസ്. പക്ഷെ നിങ്ങൾക്ക് തന്ന പേരിത്രയെന്നറിയാം, 69 ഗ്രാം. 23 കൂട്ടിയാൽ 46. 46 23 കൂട്ടിയാൽ 69. അപ്പോൾ 69 ഗ്രാം എന്ന് വെച്ചാൽ GAM കാണാനുള്ള വഴിയാ തന്ന വെയിറ്റ് ഡിവൈഡഡ് ബൈ അതിൻ്റെ അറ്റോമിക് മാസ് ഡിവൈഡ് ചെയ്താൽ മതി. തന്ന വെയിറ്റ് 69, അറ്റോമിക് മാസ് 23. 69/23 will get 3. Yes, correct. That is 3 GAM. 3 mol. No problem. 3 × 6.02 × 10⁻23. Ready? ഇനി അടുത്ത കാർബൺ. അറ്റോമിക് മാസ് 16. പക്ഷെ നിങ്ങൾക്ക് തന്ന വെയിറ്റ് ഒരു 8 ഗ്രാമേ ഉള്ളൂ. ഒരു GAM ആണോ? അല്ലല്ലോ. ബിക്കോസ് തന്ന വെയിറ്റ് 8 ബൈ GAM അല്ല, അറ്റോമിക് മാസ് 16. 8/16 = ഹാഫ് അല്ലടോ. ദാറ്റ് ഈസ് ഹാഫ് GAM ആയത്. അര GAM. ഒരു മോള, അരമോള, 2 മോള, അരമോൾ. റൈറ്റ്, അരമോള, അരമോൾ C. ആറ്റത്തിൻ്റെ എണ്ണയോ അര ഗുണിക്കണം 6.02 × 10⁻23 ആയിരിക്കും. ഇനി ഒരു 3 ചോദ്യം നിർത്താൻ പോവാണ്. ദാറ്റ് ഈസ് നൈട്രജൻ. സോറി, ഇത് കാർബൺ അല്ലേ, ഓക്സിജൻ ആണേ പറഞ്ഞത്. ഓക്സിജൻ ആണേ, ഓക്സിജൻ. ഇത് ഓക്സിജൻ ആണേ, ഓക്സിജൻ. നൈട്രജൻ തന്നത് 56 ഗ്രാം ആയിക്കോട്ടെ. 56 സോറി, അതിൻ്റെ അറ്റോമിക് മാസ് 14. തന്നത് 56 ഗ്രാം. നിങ്ങൾക്കറിയാം തന്ന വെയിറ്റ് 56, അറ്റോമിക് മാസ് 14. 56/14 ചെയ്താൽ കിട്ടുക 14 കൂട്ടുക 28, 28 കൂട്ടുക 56. അങ്ങനെ ആകുമ്പോൾ 4. എത്ര GAM? 4 GAM. എത്ര മോളാ? 4 മോള്. 4 × 6.02 × 10⁻23. ഓക്കെ, ഇങ്ങനെ നമ്മൾ ചെയ്യാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നേരെ തിരിച്ചും ചെയ്യാൻ പറ്റും. അപ്പോൾ ഉദാഹരണം പറയുകയാണ്, ദാറ്റ് ഈസ് ഇതിപ്പോൾ ഒരു 5 മോൾ കാർബൺ തരുക. 5 മോൾ കാർബൺ ഇവിടെ തരുക. എത്ര GAM ആയിക്കോടോ? 5 GAM ആയിരിക്കും. നീ മക്കളെ പറ, ഒരു GAM 12 ഗ്രാം അല്ലേ? ഇപ്പോൾ 5 GAM എന്ന് വെച്ചാൽ എത്ര ഉണ്ടാവും? 5 ഗുണിക്കണം 12 60 അല്ലടോ. അപ്പോൾ ഇവിടെ 60 ഗ്രാം കൊടുക്കണം. എത്ര ആറ്റം ഉണ്ടാവൂടോ? 5 × 6.02 × 10⁻23. എന്ന് വെച്ചാൽ ഇത് മാത്രം കിട്ടിയാൽ ബാക്കിയെല്ലാം നിങ്ങൾ ഫില്ല് ചെയ്തില്ലേ? ഇതുപോലെ നമുക്ക് എല്ലാം ഫില്ല് ചെയ്യാം. തൽക്കാലത്തേക്ക് നമ്മുടെ നിർത്തുകയാണ്. ഒരുപാട് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയിട്ടുണ്ട്.
നിങ്ങൾക്ക് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ബോറടിച്ച് തുടങ്ങും. എനിക്ക് തന്നെ ബോറടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അടുത്ത ദിവസം ഞാൻ ഗ്രാം മോളിക്കുലർ മാസ് പിന്നെ മോൾ കൺസെപ്റ്റിൻ്റെ കംപ്ലീറ്റ് ഐഡിയാസ് അടുത്ത ക്ലാസ്സിൽ പെട്ടെന്ന് തന്നെ പബ്ലിഷ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാകും. കാരണം അങ്ങനത്തെ ഒരു ചാപ്റ്ററായത്. ഇതാണ് ശരിക്കും കെമിസ്ട്രിയുടെ ചാപ്റ്റർ. ഈ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചാൽ കെമിസ്ട്രി പിന്നെ വളരെ ഈസി ആയിരിക്കും. ഇനി അതല്ല, ഈ ചാപ്റ്ററിൽ നിങ്ങൾ വഴുതിപ്പോയാൽ നെക്സ്റ്റ് ഇയർ ഒക്കെ പഠിക്കുമ്പോൾ, +1 ഒക്കെ പഠിക്കുമ്പോൾ കെമിസ്ട്രി ഭയങ്കര ഭാരമായിട്ട് തോന്നും. അതുകൊണ്ട് ഈ ചാപ്റ്റർ നന്നായിട്ട് കൺസെപ്റ്റ് അറിഞ്ഞ് മനസ്സിലാക്കാം. ഇതിനൊറ്റ വഴിയുള്ളൂ, നമ്മൾ ഒരുപാട് പ്രോബ്ലം ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഒരു മാക്സിമം പ്രോബ്ലം ചെയ്യുന്ന തരത്തിലുള്ള ക്ലാസ്സാക്കി മാറ്റാം. ഓക്കെ, താങ്ക് യു.